റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിൽ നടൻ അമിത് ചക്കാലക്കലിനെതിരെ അന്വേഷണം ഊർജിതമാക്കി കസ്റ്റംസ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നടൻ നടത്തിയ യാത്രകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം. കോയമ്പത്തൂർ റാക്കറ്റിലെ അംഗങ്ങളെ കാണാനായിരുന്നു യാത്ര നടത്തിയതെന്നാണ് കസ്റ്റംസിന്റെ നിഗമനം. അമിത് ചക്കാലക്കൽ നടത്തിയ വിദേശയാത്രകളും കസ്റ്റംസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. എസ് ശരൺ ഉണ്ട്. എസ് ശരൺ, ഗുഡ് മോർണിംഗ് ശരൺ. അപ്പോൾ ഈ ഭൂട്ടാൻ കടത്തിൽ ചില ദുരൂഹതകൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അമിത് നമ്മളോട് വന്ന് പറഞ്ഞതുപോലെ ആണോ കാര്യങ്ങളെന്നൊരു സംശയമുണ്ട് കസ്റ്റംസിന്. കാരണം ഈ നടത്തിയിരിക്കുന്ന ചില സാമ്പത്തിക ഇടപാടുകൾ, ചില വിദേശ യാത്രകൾ, കോയമ്പത്തൂരിലേക്കിടയ്ക്കൊക്കെ പോകുന്നത്, അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കസ്റ്റംസിന്റെ നിരീക്ഷണത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദുരൂഹതകളുണ്ടോ അമിത്തിന്റെ ഇടപാടിൽ കസ്റ്റംസ് പറയുന്ന അനുസരിച്ച്? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ അമിത് ചക്കാലക്കൽ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ല എന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമിത് ചക്കാലക്കലിനെ കേന്ദ്രീകരിച്ചുള്ള വലിയ അന്വേഷണത്തിലേക്ക് കസ്റ്റംസ് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ അമിത് ചക്കാലക്കൽ പലയിടങ്ങളിലേക്കും യാത്ര നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയായിരുന്നു. നമുക്കറിയാം, ഈ ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ നികുതി വെട്ടിച്ച് ഹിമാചൽ പ്രദേശിലേക്ക് എത്തിക്കുന്നു. അവിടെ മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായത്തോടു കൂടി രജിസ്ട്രേഷൻ തട്ടിപ്പ് നടത്തുന്നു. അതിനുശേഷമാണ് ഇത് മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ അമിത് ചക്കാലക്കൽ ഇത്തരത്തിൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് നടത്തിയ യാത്ര അതിൽ ദുരൂഹതയേറുകയാണെന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത്. പ്രധാനമായും ഈ കോയമ്പത്തൂർ, അതായത് ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ച കോയമ്പത്തൂർ സംഘത്തിലെ ആളുകളെ കാണുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അമിത് ചക്കാലക്കൽ ഇത്തരത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചത് എന്നുള്ളൊരു അനുമാനത്തിലേക്കാണ് കസ്റ്റംസ് എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 8 വാഹനങ്ങൾ, അമിത് ചക്കാലക്കലിന്റെ 8 വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് കസ്റ്റംസിന്റെ അന്വേഷണം തുടരുന്നത്. ഈ 8 വാഹനങ്ങളും എന്തുകൊണ്ടാണ് തന്റെ പക്കൽ സൂക്ഷിച്ചെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇതുവരെയും അമിത് ചക്കാലക്കൽ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, മറ്റൊരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത വാഹനമാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ 1 വർഷത്തിനുള്ളിൽ റീ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടക്കണം. പക്ഷെ അങ്ങനെ റീ രജിസ്ട്രേഷനിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അതിലും വ്യക്തത അമിത് ചക്കാലക്കൽ വരുത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് കസ്റ്റംസിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് എത്തിക്കുന്ന വാഹനങ്ങൾ കേരളത്തിൽ വിൽക്കുന്നതിൽ മുഖ്യ ഇടനിലക്കാരനായി അമിത് ചക്കാലക്കൽ പ്രവർത്തിക്കണമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കൂടി കസ്റ്റംസ് എത്തിച്ചേർന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക ഇടപാടുകൾ വിശദമായി തന്നെ പരിശോധിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ 2 തവണയാണ് അമിത് ചക്കാലക്കലിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തത്. അതിൽ തന്നെ ചില രേഖകൾ കസ്റ്റംസിന് മുന്നിൽ അമിത് ചക്കാലക്കൽ ഹാജരാക്കിയിരുന്നു. പക്ഷേ ആ രേഖകളിൽ നിന്നും ഇക്കാര്യങ്ങളെല്ലാം വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അമിത് ചക്കാലക്കലിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അമിതിനെതിരെ എന്തായാലും അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിലെന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ അങ്ങോട്ട് ചുരുളഴിഞ്ഞു വരുന്നില്ല. ഒരു കോയമ്പത്തൂർ റാക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് കേട്ടോ. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ റെയ്ഡ്? കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ വന്ന ബാക്കിയുള്ള 800ഓളം വാഹനങ്ങളിലെ റെയ്ഡ് എന്താ നടത്താത്തത്? അതെന്താ നടത്താത്തത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ റെയ്ഡ് നടന്നോ? കോയമ്പത്തൂർ ഗ്യാങ്ങിനെ പിടിച്ചോ? അതല്ല മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഈ റെയ്ഡിന് പിന്നിലുണ്ടോ? നാട്ടുകാർ പലരും ചോദിക്കുന്നുണ്ട്. അതിന് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വരുമെന്നറിയാം. കസ്റ്റംസ് തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നികുതി വെട്ടിച്ചവരെ കണ്ടെത്തണം. അതല്ലെങ്കിൽ ആ നീക്കത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതും പുറത്തു വരണം. അക്കാര്യത്തിലൊരു സംശയമില്ല.